നോർമലി കണ്ടുവരുന്ന വീടെന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് സ്പേസും അതേപോലെ അത്യാവശ്യത്തിനുള്ള വിൻഡോസ്, ഡോർസ് അങ്ങനത്തെയൊക്കെ ഉള്ളൊരു പ്രോസസ്സിലാണ് കണ്ടുവരുന്നത്. ബേസിക്കലി എനിക്കൊരു വീടിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുമ്പം ഞാൻ എൻ്റെ ആർക്കിടെക്ചറിനോട് പറഞ്ഞത് ലൈക്ക് ക്ലോസ്ഡ് ആയിരിക്കാൻ പാടില്ല, നല്ല ഓപ്പൺ സ്പേസും നമുക്ക് എയർ ഫ്ലോ, സൺലൈറ്റ് അങ്ങനത്തെ കുറച്ച് ഗ്രീനറീസ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനനുസരിച്ച് അവർ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നു. ഞാൻ അജ്മൽ, സ്ഥലം പത്തനംതിട്ടയാണ്. സോ നമ്മുടെ വീടെന്ന് പറയുമ്പം ഈ വിൻഡോസ് കുറച്ച് ലാർജാണ്. നമുക്ക് ബീം ടു ബീം വരുന്ന വിൻഡോസാണ് കൂടുതൽ. ആ വിൻഡോസിന് നമുക്ക് അതിനനുസരിച്ചുള്ള ബ്യൂട്ടി ആഡ് ചെയ്യാനായിട്ട് നമ്മൾ കർട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട ആയതുകൊണ്ട് സോ തൊട്ടടുത്തുള്ള ഷോപ്സിലും കാര്യങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് കുറേ എൻക്വയറീസൊക്കെ ചെയ്തു. പിന്നെ എറണാകുളം അങ്ങനെ കുറേ സ്ഥലത്ത് പോയി സെർച്ച് ചെയ്തിട്ട് ആർക്കും അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽ, കോൺഫിഡൻസ് അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇൻറ്റീരിയർ ചെയ്തപ്പം കർട്ടൻ്റെ ബോക്സ് ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റിപ്പിൾ എന്നുള്ള ഒരു ഫോർമാറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞു. സോ പ്ലീറ്റഡും അവർക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല. സോ അവരെല്ലാവരും പറഞ്ഞത് ആ ഒരു ബോക്സ് നമുക്ക് റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. കാഷ്വലി ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ട് വന്നപ്പം കോട്ടയത്ത് ഞങ്ങൾ വാലൻസ് എന്ന ഷോപ്പ് ഞങ്ങൾ കണ്ടായിരുന്നു. ലൈക്ക് ഓൺലൈനിൽ ഞാൻ അത് ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വരുന്ന വഴിക്ക് ഞങ്ങൾ ഈ വാലൻസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറുകയും അവിടെ ഷിൻഡോ ആണ് അതിൻ്റെ ഓണർ. സോ ഞങ്ങൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ലൈക്ക് നമ്മുടെ വിൻഡോസൊക്കെ കുറച്ച് വൈഡ് ആൻഡ് ഓപ്പൺ ആണ്. സോ ഞങ്ങൾ അതേപോലെ ഇൻറ്റീരിയർ ചെയ്തപ്പം അതിൻ്റേതായിട്ടുള്ള ബോക്സ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ലൈക്ക് മോസ്റ്റ്ലി എല്ലാ കർട്ടൻസിൻ്റെ ബോക്സ് ഞങ്ങൾ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ റിപ്പിൾ ഇമ്പോസിബിൾ ആണ്. സോ പ്ലീറ്റഡ് ആണ് സജസ്റ്റ് ചെയ്തത്. സോ ആ പ്ലീറ്റഡ് പറഞ്ഞപ്പം അവർ അതിൻ്റേതായിട്ടുള്ള ഫോളും കർട്ടൻ്റെ ഫോളും ക്ലോത്ത് മെറ്റീരിയൽസും ഇത് ചെയ്താൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ലൈക്ക് ഷീറും കൂടെ വേണം. ക്ലോത്ത് ആൻഡ് ഷീർ ഞങ്ങൾക്ക് ബോത്ത് വേണം, രണ്ടും വേണം. ചില ഷോപ്സിൽ പറഞ്ഞത് ക്ലോത്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓർ ഷീർ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഷിൻഡോയോട് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഷിൻഡോ പറഞ്ഞത് നമുക്ക് ക്ലോത്തും ഷീറും കൂടെ ചെയ്യാം, ഇഷ്യൂ വരത്തില്ല, അതിൻ്റേതായിട്ട് ഞങ്ങൾ മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന്. സോ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് മെറ്റീരിയലും കാര്യങ്ങളും ഞാനൊരു കാര്യം സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യും, കുറച്ച് ആലോചിച്ചിട്ട് കുറേ ടൈം എടുത്തിട്ടേ ഞാനത് ചെയ്യാറുള്ളൂ. സോ അതിനെല്ലാം അവർ കോപ്പറേറ്റ് ചെയ്തു. ലൈക്ക് ഒരു കസ്റ്റമറിനെ എങ്ങനെ കറക്റ്റ് ഡീൽ ചെയ്യാം എന്നുള്ളത് പെർഫെക്റ്റായിട്ട് അവർക്കറിയാം. സോ അവർ അന്ന് വൈകിട്ടായിരുന്നു, എറൗണ്ട് ലൈക്ക് ഒരു 7 PM ഒക്കെ രാത്രിയാണ് പോയത്. അപ്പം അവർ കറക്റ്റ് നമുക്ക് ഓരോ ബ്രാൻഡിൻ്റെ ആ കാറ്റലോഗ്സും കാര്യങ്ങളും നമുക്ക് എടുത്ത് കാണിച്ച് അവർ അതിൻ്റേതായിട്ടുള്ള കോൺഫിഡൻസ് തന്നു. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നു. അങ്ങനെ അവർ പ്രൊസീഡ് ചെയ്തു എല്ലാ കാര്യങ്ങളും ടിൽ എൻഡ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു ബ്യൂട്ടി ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കർട്ടൻസിൻ്റെ കളർ കോമ്പിനേഷൻസും കാര്യങ്ങളും, ഷീറിൻ്റെ ക്വാളിറ്റിയും ക്ലോത്തിൻ്റെ ക്വാളിറ്റി, ആ ഫോൾഡ്സ് അതൊക്കെ പെർഫെക്റ്റ്. ഞാൻ ആക്ച്വലി ഇത്രയും പ്രതീക്ഷിച്ചില്ല അവർ ഇങ്ങനെ ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ വർക്കും ആ മെറ്റീരിയലും ആ ഒരു അവർ പറഞ്ഞ വേർഡ്സ് അവർ റെസ്പെക്റ്റ് ചെയ്ത് അത് അവർ കീപ്പ് ചെയ്തു. സോ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പം പറയാനില്ല, അതേപോലെ അവർ ചെയ്ത് തരും. നല്ല രീതിക്ക് തന്നെ അവർ ടേക്ക് കെയർ ചെയ്ത് അവർ നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ്, സർവീസ് ഉണ്ടെങ്കിലും അവർ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ വന്ന് നമുക്ക് എല്ലാം ചെയ്തു തരും. അങ്ങനെ ഒരു ടീമാണ്. സോ എനിക്കറിയാവുന്ന അടുത്ത ആൾക്കാർ അറിയാവുന്നവർക്ക് ഫുൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വാലൻസ് എന്ന് പറഞ്ഞ ഷോപ്പാണ്.